ശ്വേത ചേച്ചി, ഓ ആലിസ് ഇവിടെ വന്നു, നമ്മളെ പറ്റി നല്ലത് പറഞ്ഞു. ഇനി തിരിച്ച് നമുക്ക് ഇവിടെ നോബിച്ചേട്ടാ ശരിക്കും പറഞ്ഞ ഒരു ആള് പുതിയതായിട്ട് വരുമ്പോൾ പിന്നെ റാഗിങ് സംഭവം ഇത്രയേ ഉള്ളൂ. പലതരം ചിരികൾ ആലിസിന് പറ്റോ ഇല്ലയോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം. ഞാൻ ചിരിച്ചു കാണിക്കണം. ഒരു 5 ചിരി വേണം അങ്ങനെ ഉണ്ടെങ്കിൽ. ശരി, നമുക്ക് നോക്കാം. ആദ്യത്തെ ആലിസിന്റെ ഒരു വ്യത്യസ്തമായ ചിരി ഇതാ വരുന്നു. ഓക്കെ, അതായത് ഞാൻ ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നല്ലോ. വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ എല്ലാം അറിയാവുന്നൊരു ഭാവം കാണിക്കും. ആ സമയത്ത് എനിക്കൊരു പ്രത്യേകതരം ഒരു മാനർസും ഒരു ചിരിയും വരും. അതിങ്ങനെയാണ്. ഈ കൈ ഇങ്ങനെ 24 മണിക്കൂർ പിന്നെ ഇങ്ങനെ വർക്കിംഗ് ആയിരിക്കും. ഇത് മിണ്ടാതിരിക്കില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കുന്നില്ല. സ്ഥിരം ഭാവമാണ്. പിന്നെ എന്റെ ഏറ്റവും നല്ല ചിരിയായിട്ടുള്ള നമ്മള് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോഴും ഇതുപോലെ ഷോയിലൊക്കെ വന്ന് നിൽക്കുമ്പോഴും അതെങ്ങനെയാണ്? അത് ഓക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും. അത് മാത്രമല്ല അത് 2 തവണ ഇട്ടു. നമ്മളത് ശ്രദ്ധിക്കണം. ആദ്യത്തെ പ്രാവശ്യം 1 തവണ ഇട്ടുള്ളൂ. കൊള്ളാം, ഈ 2 ചിരിയും കൊള്ളാം. ഇനി അടുത്ത് നമുക്ക് 3ാമത്തെ ചിരി. അത് എടീ ശ്രീ, നീ എവിടെയായിരുന്നു ഇത്രയും നാള്, എത്ര നാളായി കണ്ടിട്ട് എന്നുള്ളൊരു ചിരിയാണ് 3ാമത്തെ ചിരി. 4ാമത്തെ ചിരി പുഞ്ചിരി മാത്രം, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഈ ചിരിക്കും. 5ാമത്തെ ചിരി അത് ഞാൻ പറയാം, പുച്ഛിച്ചിട്ടുള്ള ചിരി. പുച്ഛിച്ചിട്ടുള്ള ചിരി അത് ഞാൻ പുച്ഛ സ്ഥിരം കാണിക്കുന്ന ഇങ്ങനെയാണ്. അത് ഇതുപോലെ ഇപ്പൊ ചുമ്മാ ഒന്ന് കാണിച്ചു തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ ആര് ശരിക്കും വർത്താനം പറഞ്ഞാലും ഇങ്ങനെ ഒരു സാധനം എനിക്ക് ഇടയ്ക്ക്